നമുക്കിനി റിഫ്രാക്ഷൻ ത്രൂ യൂസിങ് ഹ്യൂഗൻ പ്രിൻസിപ്പിൾ പ്രൂവ് ചെയ്യാം. റിഫ്രാക്ഷന് വേണ്ടി അതിൻ്റെ ഫിഗർ രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് മീഡിയം 1 വിത്ത് വെലോസിറ്റി v1, മീൻസ് ലൈറ്റിൻ്റെ വെലോസിറ്റി ഇവിടെ v1 ആണ്. ദിസ് ഇസ് മീഡിയം 2, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് v2. ഈ പോയിന്റിൽ an ഇൻസിഡൻറ്റ് റേ. സോ ദിസ് ഇസ് ഈ മീഡിയം റെയറർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ്. അപ്പോൾ ഇവിടെ ഒരു റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻ്റ് ആവുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഡെൻസർ മീഡിയം ആണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. അപ്പോൾ ഇത് ആംഗിൾ, ഇത് നോർമൽ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇത് ഒരു റേ വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ വേവ് തിയറി വെച്ചിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ വേവ് എന്ന് പറയുമ്പോൾ കുറേ റേസിൻ്റെ വരയ്ക്കണം. അപ്പോൾ വേവ് ഫ്രണ്ട് വരച്ചിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ ഇതിൽ 2 റേ, അപ്പോൾ ഇതിന് പാരലലായിട്ട് ഒരു റേയും കൂടെ വരയ്ക്കുക. ഇനി ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ 2 റേക്കും പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് കേട്ടോ, ഇതെല്ലാം 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. ഈ ലൈനാണ് പോകേണ്ടത്, അപ്പോൾ ഇതിന് 90 ഡിഗ്രി ആയിരിക്കും. ദിസ് ഈസ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ഇനി ഇത് റിഫ്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു വെലോസിറ്റിയാണ് അല്ലേ, v1. ഇവിടെ വെലോസിറ്റി v2 ആണ്. അപ്പോൾ ഇത് ഇവിടെ എത്തി റിഫ്രാക്ട് ചെയ്യുമ്പോൾ വി സേ ദിസ് ഇസ് പോയിൻ്റ് എ ഡാഷ്, ദിസ് ഇസ് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് ബി, ഇത് സി. അപ്പോൾ ഇത് ഇവിടെ എത്തുമ്പോൾ ഈ റേ ഇവിടെ എത്തുമ്പോൾ ഈ റേ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് റിഫ്രാക്ട് ചെയ്തിട്ട് ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ലൈനിന് എഗെയിൻ പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഇത് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇതാണ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. അപ്പോൾ റിഫ്രാക്റ്റഡ് റേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. അപ്പോൾ ഈ റേക്ക് വരച്ചാൽ മതി. അത് ഇവിടെ കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും. അപ്പോൾ ഇത് ഐ ആണെങ്കിൽ ഈ ആംഗിൾ ഓൾസോ വിൽ ബി ഐ, ബിക്കോസ് ദിസ് പ്ലസ് ദിസ് ഇസ് ഈക്വൽ ടു 90. അതേപോലെ ദിസ് പ്ലസ് ഇതൊരു എക്സ് ആണെങ്കിൽ ഐ പ്ലസ് എക്സ് ഇസ് 90 ഡിഗ്രി. ഇത് പെർപെൻഡിക്കുലർ അല്ലേ വരച്ചേ. അതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ ഐ പ്ലസ് എക്സ് ഇസ് 90 ഡിഗ്രി. അപ്പോൾ ഇതും ഐ ആയിരിക്കും. അതേപോലെ ഈ ആംഗിൾ ആറാണെങ്കിൽ ഈ ആംഗിളും ആറാവും. അപ്പോൾ നമുക്ക് ഇനി ഈ ട്രയാങ്കിൾ, ഇതിപ്പോൾ എന്ത് നമ്മൾ പറഞ്ഞു, ഇതിൽ വെലോസിറ്റി v1 ആണ്, ഇത് വെലോസിറ്റി v2 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ബി സി എന്നുള്ള ഡിസ്റ്റൻസിനെ v1 ഇൻറ്റു ആ ടൈം എന്നെഴുതാം, ആ ടൈം ടോ എന്ന് എഴുതാം. ടൈം ടേക്കൺ ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാനുള്ള ടൈം ടോ ആണെങ്കിൽ നമുക്ക് വെലോസിറ്റി എന്തെഴുതാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ബി സി ബൈ ബി സി ബൈ ടൈം ടേക്കൺ. ഇത് ടോ എന്ന് എഴുതിയേക്കണേ. അപ്പോൾ ബി സി എന്താണ്? ബി സി ഈസ് ഈക്വൽ ടു v1 ഇൻറ്റു ടോ. അതേപോലെ ഈ പോയിൻറ്റ് ഇ ആണെങ്കിൽ ഇ സിനെ നമുക്ക് എഴുതാം, ഇ സിയുടെ ഈ മീഡിയത്തിലെ വെലോസിറ്റി v2 ആണ്. v2 ഇതേ സമയത്ത് ഇത് ട്രാവൽ ചെയ്യുന്നത് എ ഇ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. എ ഇ ബൈ ടോ എ ഇ ബൈ ടോ. അപ്പോൾ എ ഇ ഈസ് ഈക്വൽ ടു v2 ഇൻറ്റു ടോ എന്നെഴുതാം. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ v2 ഇൻറ്റു ടോ എന്നെഴുതാം. ഈ ഡിസ്റ്റൻസ് ദിസ് ഇസ് v2 ഇൻറ്റു ടോ. ഇനി നമ്മൾ ട്രയാങ്കിൾ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ബി സി ഇസ് ഈക്വൽ ടു v1 ഇൻറ്റു ടോ. എന്താണ് ടോ? ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം ബി ടു ബി, ബി ടു സി. ടൈം ടേക്കൺ ഫ്രം ബി ടു സി. ഈ റേ ഇവിടുന്ന് ബി ടു സി എത്തുമ്പോൾ ഇത് എ ടു എ എത്തിയുള്ളൂ. അപ്പോൾ എ ഇയുടെ നമുക്ക് എഴുതാം, പക്ഷെ അവിടെ എത്തുന്ന വെലോസിറ്റി v2 ആണ്, v2 ഇൻറ്റു ടോ എന്ന് എഴുതി. ഇനി ഫ്രം ട്രയാങ്കിൾ എ ബി സി എടുത്തു കഴിഞ്ഞാലോ, എ ബി സി ഈ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് സൈൻ ഐ കണ്ടുപിടിക്കാം. ഫ്രം ട്രയാങ്കിൾ എ ബി സി സൈൻ ഐ, സൈനിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്?
ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് ഏതാണ് ആദ്യം ഇത് നോക്കണം. ഇതാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഐയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ബി സി ബൈ എ സി. ദാറ്റ് ഈസ് ബി സി നമ്മൾ എഴുതി V1 ഇൻറ്റു ടോ ബൈ എ സി എന്ന് എഴുതി. അതേപോലെ ഫ്രം ട്രയാങ്കിൾ, താഴത്തെ ട്രയാങ്കിൾ AEC സൈൻ ആർ എഴുതാം നമുക്ക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ്. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ വേണം. സൈൻ ആർ എന്ന് പറയുമ്പോൾ എഗെയിൻ ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ AE. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് മീൻസ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതാണ് റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ AE ബൈ ഓപ്പോസിറ്റ് സൈഡ്, ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AE ആണ്. AE ബൈ AC ദാറ്റ് ഈസ് ഈക്വൽ ടു V2 ടോ ബൈ AC. അപ്പോൾ ഇനി നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം. സൈൻ ഐ ബൈ സൈൻ ആർ. ദർഫോർ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു V1 ടോ ബൈ AC ബൈ V2 ടോ ബൈ AC. ഇത് ഞാൻ ഇങ്ങനെ ബൈ എഴുതി ബിക്കോസ് രണ്ടിൻ്റെയും ബൈ AC തന്നെയാണ്. അപ്പോൾ അത് ക്യാൻസലായി പോവും. അതുപോലെ ടോ രണ്ടും ക്യാൻസലായി പോവും. അപ്പോൾ V1 ബൈ V2 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു N2 ബൈ N1 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? എന്തുകൊണ്ട്? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഇസ് ഈക്വൽ ടു C ബൈ V എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ N1 എന്ന് പറയുമ്പോൾ C ബൈ V1, അതേപോലെ N2 എന്ന് പറയുമ്പോൾ C ബൈ V2. അപ്പോൾ V1 ഇതിൽ നിന്ന് V1 കണ്ടുപിടിക്കുക. V1 ഇസ് ഈക്വൽ ടു C ബൈ N1, V2 ഇസ് ഈക്വൽ ടു C ബൈ N2. അപ്പോൾ V1 ബൈ V2 ഇസ് ഈക്വൽ ടു C ബൈ N1 ബൈ C ബൈ N2 ഇസ് ഈക്വൽ ടു N2 ബൈ N1. അതെങ്ങനെ N2 ബൈ N1 എങ്ങനെ വന്നേ? ഇത് ബൈ N1 ആണ്. അപ്പോൾ ഈ N1 ഡിനോമിനേറ്ററിൽ ഉണ്ടാവുക. ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ N2 ഇത് മുകളിലേക്ക് പോകും. ഓർ ഇതിനെ C ബൈ N1 ഇൻറ്റു N2 ബൈ C എന്ന് എഴുതാം. C ക്യാൻസൽ N2 ബൈ N1 എന്ന് കിട്ടി. അപ്പോൾ ദിസ് ഇസ്, അപ്പോൾ ഇതിനെ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും. അപ്പോൾ എന്ത് കിട്ടും? N1 സൈൻ ഐ ഇസ് ഈക്വൽ ടു N2 സൈൻ ആർ. ഓർ ഇത് തന്നെയാണ് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഒരു ലോ. എന്താണ് നേരത്തെ? ഇത് എഴുതിയത് കണ്ടില്ല അല്ലേ? ശ്രദ്ധിച്ചോളൂ കേട്ടോ. V1 ഇസ് ഈക്വൽ ടു C ബൈ N1, V2 ഇസ് ഈക്വൽ ടു C ബൈ N2, ഈ എന്നിൻ്റെ ഫോർമുലയിൽ നിന്ന്. അപ്പോൾ V1 ബൈ V2 ചെയ്യുമ്പോൾ C ബൈ N1 ബൈ C ബൈ N2. അപ്പോൾ C ബൈ N1 ഇൻറ്റു N2 ബൈ C, C ക്യാൻസലായി N2 ബൈ N1 കിട്ടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ N1 സൈൻ ഐ ഇസ് ഈക്വൽ ടു N2 സൈൻ ആർ. ഇതാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ നമ്മൾ റേ ഓപ്റ്റിക്സിൽ പഠിച്ചു. ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N21 ഓർ ദാറ്റ് ഇസ് ഈക്വൽ ടു N2 ബൈ N1. അങ്ങനെ ഒരു ഫോർമുല പഠിച്ചിരുന്നു അല്ലേ? N21 ഇസ് ഈക്വൽ ടു N2 ബൈ N1. ഇതൊക്കെ ഓർത്തിരിക്കേണ്ട ഫോർമുലകളാണ്. N is equal to C by V, N is equal to C by V ജനറലി. അപ്പോൾ C എന്നുള്ളത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, V എന്നുള്ളത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഈ N ഏത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ പറയുന്നത് അതാണ് അവിടുത്തെ വെലോസിറ്റിയാണ് ഇത്. അപ്പോൾ ഇതാണ് സ്നെൽസ് ലോ. സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഇത് നമ്മൾ വേവ് തിയറി വെച്ച് പ്രൂവ് ചെയ്തു. ഓക്കെ.